എല്ലാ പ്രേക്ഷകർക്കും മലയാളി വ്ളോഗറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു യാത്ര പോകാൻ പോവുകയാണ്. എവിടേക്കെന്നല്ലേ, നമ്മൾ പൊന്മുടി, തിരുവനന്തപുരം ജില്ലയിൽ. അപ്പോൾ മെയിൻ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മൾ പൊന്മുടിയിലേക്കുള്ളൊരു യാത്രയാണ്. പൊന്മുടിയിൽ പോയിട്ട് നമുക്ക് തുടങ്ങാം. അങ്ങനെ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നമ്മളെ ഫസ്റ്റ് ബ്ലോഗിൻ്റെ ഒരു ഇത് തുടങ്ങാം. തിരുവനന്തപുരത്തു നിന്നല്ല, നമ്മൾ നേരെ എറണാകുളത്ത് നിന്ന് നേരെ തിരുവനന്തപുരത്തേക്ക് പോവാണ്. തിരുവനന്തപുരം പൊന്മുടിയിലേക്ക്. അപ്പോൾ പോകുന്ന വഴി നമുക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും എക്സ്പ്ലോർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ വീഡിയോ മൊത്തമായിട്ട് ചെയ്ത് കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് എടുക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് യാത്ര പോവാം. ചെറിയൊരു ചെക്ക് പോസ്റ്റ് ആയിട്ടുള്ളൊരിത് കട്ടി വരുന്ന ബൈക്ക്. മക്കളെ നല്ലൊരു മഴ കിട്ടിയിരിക്കണു. 20 അരമണിക്കൂറോളം ഞാൻ കയറിന്നു മഴ കൊണ്ട്. പിന്നെ പതുക്കെ മാത്രം വണ്ടി അടിച്ച് പോകണം കേട്ടോ. അല്ലാതെ അറിയാത്ത സ്ഥലമല്ലേ, അറിഞ്ഞ സ്ഥലത്തൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടി സ്പീഡിൽ. റോഡും തന്നെയാണ് ഈ ചെറിയ റോഡാണ് ഒന്നും പറയണ്ട. മീൻമുട്ടി വാട്ടർഫാൾസ് 5 കിലോമീറ്ററും കൂടി ഉള്ളൂ. 5 കിലോമീറ്റർ കൂടി എത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മീൻമുട്ടി വാട്ടർഫാൾ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വീണ്ടും നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. മീൻമുട്ടിയിലേക്ക് ഇനി 1.5 കിലോമീറ്ററും കൂടിയുണ്ട് മീൻമുട്ടി വാട്ടർഫാൾസിലേക്ക്. നല്ല ആളുണ്ടാവും കേട്ടോ മിക്കവാറും. ഇതാണ് കല്ലാർ ബ്രിഡ്ജ്. നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ തുടക്കമായ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല, അതിൻ്റെ തുടക്കമായ ഒരു സ്ഥലത്താണ്. നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്തായിട്ടാണ് നമ്മളിപ്പോൾ ഉള്ളത്. നല്ലൊരു കിടിലം വ്യൂ പറഞ്ഞാൽ കിടിലം വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഒരു രക്ഷയില്ല. ഇവിടെ കുളിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല, നമ്മൾ ചോദിച്ചിട്ടില്ല കുളിക്കാൻ പറ്റുമോ. നമുക്ക് ടിക്കറ്റ് എടുത്തു 45 രൂപയായി നമ്മളെ വണ്ടിക്കും എനിക്കും കൂടി. പിന്നെ ഒരു ഫോം നമ്മൾ ആദ്യം പൂരിപ്പിച്ച് കൊടുക്കണം. ഫോം പൂരിപ്പിച്ച് കൊടുത്തതിന് ശേഷമാണ് നമുക്ക് അകത്തിടുള്ളൂ. കാരണം ഫുൾ റെസ്പോൺസിബിലിറ്റി നമ്മളേത് മാത്രമായിരിക്കും. അപ്പോൾ അതിന് ഒന്നുമില്ല, ചെറിയൊരു ഫോം, നമ്മളെ വെഹിക്കിളിൻ്റെ നമ്പറും ലൈസൻസ് നമ്പറും പിന്നെ നമ്മളെ വീട്ടിലേതെങ്കിലും കോൺടാക്ട്, എന്തെങ്കിലും ഒരു എമർജൻസി, ഇൻ കേസ് എമർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ വീട്ടിലേക്ക് കോൺടാക്ട് ചെയ്യാനുള്ളൊരു കോൺടാക്ട് നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 45 രൂപ ടിക്കറ്റ് കൊടുത്താൽ നമുക്ക് അകത്തോട്ട് കയറി പോകാം. വണ്ടിയും കൊണ്ട് അകത്തോട്ട് പോകാം. അകത്തോട്ട് കയറി പോയിട്ട് അവിടെ നിന്ന് പാർക്കിംഗ് ഉണ്ട്. പാർക്കിങ്ങിലേക്ക് പാർക്ക് ചെയ്തിട്ട് പിന്നെ നമുക്ക് 1 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. ഇപ്പോൾ വെള്ളച്ചാട്ടത്തിൻ്റെ ഫസ്റ്റ് അങ്ങോട്ട് എത്തിയിട്ടില്ല. അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവിടെ നല്ലൊരു വ്യൂ കാണിച്ചു തരാം. നല്ല കിടിലം വ്യൂ ആയിട്ട്.
നേരത്തെ പറഞ്ഞൊരു കാര്യം, ഞായറാഴ്ച ആയതുകൊണ്ടൊന്നും നല്ല ആൾക്കാരുണ്ട്. അവിടെ ഒരു ഏരിയ നമ്മളവിടെ ഷൂട്ട് ചെയ്യുന്നില്ല, കാരണം സ്ത്രീകളും മറ്റുള്ളവരൊക്കെ കുളിക്കുന്ന കാര്യങ്ങൾ മോശമല്ല. 1 കിലോമീറ്ററോളം അകത്തോട്ട് പോകും, 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കും. കിതച്ചു തുടങ്ങി. ഇപ്പം ഫുഡ് കഴിച്ചിട്ടില്ലുള്ളൂ, അതുകൊണ്ട് നല്ല കിതപ്പാ. നല്ലൊരു കിഡിലം വ്യൂ, ഒരു രക്ഷയില്ലാത്തൊരു വ്യൂ ആണ്. കിഡിലെ ഒരു വ്യൂ പോയിന്റ്. അങ്ങോട്ട് നോക്കണം, ബാക്ക് ക്യാമറയിൽ ഞാൻ കാണിച്ചു തരാം. നല്ല കിണ്ണം കാഴ്ച വ്യൂ ആണ്, ഒരു രക്ഷയില്ല. കോട അങ്ങോട്ട് ഇറങ്ങിയിട്ട് വരുന്ന വഴിക്ക് കോടൊക്കെ ഇറങ്ങിയിട്ട് ആകെ നല്ല കിഡിലം കോട. വരുന്ന വഴിക്കൊക്കെ നല്ല കോട ഉണ്ട്. ഇതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, വണ്ടി നിർത്തുന്ന സ്ഥലമില്ലായിരുന്നു. ഇപ്പം നമുക്ക് കാണാം എൻ്റെ പിറകിലായിട്ട് നല്ല കിഡിലനായിട്ട് കോട. ഇതേ ഇങ്ങോട്ട് നോക്കിയാലും കാണാം നല്ല കിഡിലൻ കോട. എന്ത് പറയാൻ വാക്കൊന്നും കിട്ടണില്ല, അത്രയ്ക്ക് നല്ലൊരു ഫീല്. നല്ല പിന്നെ നല്ല വേരത്ത് നല്ല നനഞ്ഞിട്ടുണ്ട്. മഴ മീൻമുട്ടിയിൽ പോയിട്ട് മഴ കൊണ്ട് വെള്ളച്ചാട്ടമാണ്. ശരിക്കും കാണാൻ പറ്റിയില്ല, അവിടെ ശരിക്കും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. ഇനി പെട്ടെന്ന് മുകളിലേക്ക് പോകണം.
5 മണി 5:30 ആകുമ്പോഴത്തേന് തിരിച്ചിറങ്ങാനുള്ളതാണ്. എത്ര പെട്ടെന്ന് നമുക്ക് മുകളിലോട്ട് പോയിട്ട് ബാക്കിയുള്ളതൊക്കെ ഷൂട്ട് ചെയ്തിട്ട് വേണം തിരിച്ചു വരാൻ. മഴ പെയ്തത് കാരണം ബാക്കിയുള്ള സ്ഥലങ്ങളൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ കഴിയില്ല. അപ്പോൾ ഇവിടെ വെച്ചൊരു വീഡിയോ അവസാനിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.